ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 46-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. നൂനിൻ്റെ പുത്രൻ്റെ പേര്. ഓപ്ഷൻസ്: കാലബ്, ജോഷുവ, മോശ. ഉത്തരം: ജോഷുവ. 2. യുദ്ധവീരനും പ്രവാചകരിൽ മോശയുടെ പിൻഗാമിയും ആര്? ഓപ്ഷൻസ്: അഹറോൻ, ജോഷുവ, കാലബ്. ഉത്തരം: ജോഷുവ. 3. നൂനിൻ്റെ പുത്രനായ ജോഷുവ പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: മോശയുടെ, അഹറോൻ്റെ, കാലബിൻ്റെ. ഉത്തരം: മോശയുടെ. 4. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജോഷുവ ആരായിരുന്നു? ഓപ്ഷൻസ്: പ്രവാചകൻ, ഉത്തമനായ രക്ഷകൻ, ശക്തനായ രക്ഷകൻ. ഉത്തരം: ഉത്തമനായ രക്ഷകൻ. 5. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ അവർക്ക് എന്താണ് നേടിക്കൊടുത്തത്? ഓപ്ഷൻസ്: അവകാശം, ഭൂമി, ദേശം. ഉത്തരം: അവകാശം. 6. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഓപ്ഷൻസ്: ഇസ്രായേൽക്കാർക്ക്, ദൈവത്തിന്, കർത്താവിന്. ഉത്തരം: കർത്താവിന്. 7. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ആരുടെ കരം? ഓപ്ഷൻസ്: മോശയുടെ, കാലബിൻ്റെ, ജോഷുവയുടെ. ഉത്തരം: ജോഷുവയുടെ. 8. ജോഷുവയുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായിരുന്നില്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: 4 ദിവസത്തെ, 3 ദിവസത്തെ, 2 ദിവസത്തെ. ഉത്തരം: 2 ദിവസത്തെ. 9. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ ആരെ വിളിച്ചാണ് അപേക്ഷിച്ചത്? ഓപ്ഷൻസ്: കർത്താവിനെ, ദൈവത്തെ, ശക്തനായവനെ, അത്യുന്നതനെ. ഉത്തരം: ശക്തനായവനെ, അത്യുന്നതനെ. 10. പൂരിപ്പിക്കുക. ഡാഷ് ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ, അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഓപ്ഷൻസ്: ശത്രുക്കൾ, ജനതകൾ, ഫിലിസ്ത്യർ. ഉത്തരം: ശത്രുക്കൾ. 11. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ, അത്യുന്നതനെ ജോഷുവ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തയച്ചാണ് ഉത്തരമരുളിയത്? ഓപ്ഷൻസ്: ശക്തമായ കന്മഴ, ബാധകൾ, ശിക്ഷകൾ. ഉത്തരം: ശക്തമായ കന്മഴ. 12. പ്രഭാഷകൻ 46:6 പ്രകാരം എവിടെ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ഓപ്ഷൻസ്: ടയർ, ബെത്ത്ഹോറോൺ, സീദോൻ. ഉത്തരം: ബെത്ത്ഹോറോൺ. 13. ശത്രുക്കളെ നശിപ്പിച്ച ജോഷുവയുടെ സേനാബലം കണ്ടത് ആര്? ഓപ്ഷൻസ്: സമൂഹം, ജനതകൾ, ശത്രുക്കൾ. ഉത്തരം: ജനതകൾ. 13. ശത്രുക്കളെ നശിപ്പിച്ച ജോഷുവയുടെ സേനാബലം കണ്ട ജനതകൾ അവൻ എവിടെ യുദ്ധം ചെയ്തു എന്നാണ് മനസ്സിലാക്കിയത്? ഓപ്ഷൻസ്: കർത്താവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ, തിരുസന്നിധിയിൽ. ഉത്തരം: ദൈവസന്നിധിയിൽ. 14. ജോഷുവ ആരെയാണ് പൂർണ്ണമായി പിൻചെന്നത്? ഓപ്ഷൻസ്: അത്യുന്നതനെ, കർത്താവിനെ, ശക്തനായവനെ. ഉത്തരം: ശക്തനായവനെ. 15. ശക്തനായവനെ പൂർണ്ണമായി പിൻചെന്ന ജോഷുവ ആരുടെ കാലത്താണ് ഒരു വിശ്വസ്തത കർമ്മം അനുഷ്ഠിച്ചത്? ഓപ്ഷൻസ്: അഹറോൻ്റെ കാലത്ത്, മോശയുടെ കാലത്ത്, കാലബിൻ്റെ കാലത്ത്. ഉത്തരം: മോശയുടെ കാലത്ത്. 16. യെഫുന്നയുടെ പുത്രൻ്റെ പേര്. ഓപ്ഷൻസ്: ജോഷുവ, ഫിനെഹാസ്, കാലബ്. ഉത്തരം: കാലബ്. 17. ജോഷുവ യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത്
ആരെയാണ് നേരിട്ടത്? ഓപ്ഷൻസ്: ശത്രുക്കളെ ഒന്നാകെ, ജനത്തെ, സമൂഹത്തെ ഒന്നാകെ. ഉത്തരം: സമൂഹത്തെ ഒന്നാകെ. 18. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ച 6 ലക്ഷം യോദ്ധാക്കളിൽ എത്ര പേർ അവശേഷിച്ചു? ഓപ്ഷൻസ്: 4 പേർ, 3 പേർ, 2 പേർ. ഉത്തരം: 2 പേർ. 19. കർത്താവ് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിന്നു എന്ന് പ്രഭാഷകൻ പറയുന്ന വ്യക്തി ആര്? ഓപ്ഷൻസ്: ജോഷുവ, കാലബ്, മോശ. ഉത്തരം: കാലബ്. 20. കാലബ് മലമ്പ്രദേശം കൈയടക്കി അത് ആർക്കാണ് അവകാശമായി നൽകിയത്? ഓപ്ഷൻസ്: മക്കൾക്ക്, ഇസ്രായേൽക്കാർക്ക്, ജനത്തിന്. ഉത്തരം: മക്കൾക്ക്. 21. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയത് ആര്? ഓപ്ഷൻസ്: സമൂഹം മുഴുവനും, ജനക്കൂട്ടം, എല്ലാ ഇസ്രായേൽക്കാരും. ഉത്തരം: എല്ലാ ഇസ്രായേൽക്കാരും. 22. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ, കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ആരുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: രാജാക്കന്മാർ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ. ഉത്തരം: ന്യായാധിപന്മാർ. 23. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ ന്യായാധിപന്മാർക്ക് പ്രഭാഷകൻ നൽകുന്ന മറ്റൊരു വിശേഷണം? ഓപ്ഷൻസ്: കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്തവർ, കർത്താവിൽ നിന്ന് വേർപിരിയാത്തവർ, കർത്താവിനോട് കൂടെയായിരിക്കുന്നവർ. ഉത്തരം: കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്തവർ. 24. സംപൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: മക്കളിലൂടെ, പുത്രന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ. ഉത്തരം: പുത്രന്മാരിലൂടെ. 25. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആണെന്ന് പ്രഭാഷകൻ 46:13 പറയുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: കാലബ്, ജോഷുവ, സാമുവൽ. ഉത്തരം: സാമുവൽ. 26. രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് ആര്? ഓപ്ഷൻസ്: ന്യായാധിപന്മാർ, സാമുവൽ, ജോഷുവ. ഉത്തരം: സാമുവൽ. 27. പൂരിപ്പിക്കുക. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ഡാഷ് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. ഓപ്ഷൻസ്: സമൂഹത്തിന്, ജനത്തിന്, ഇസ്രായേലിന്. ഉത്തരം: ജനത്തിന്. 28. എന്തനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത്? ഓപ്ഷൻസ്: അത്യുന്നതൻ്റെ നിയമമനുസരിച്ച്, കർത്താവിൻ്റെ നിയമമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്. ഉത്തരം: കർത്താവിൻ്റെ നിയമമനുസരിച്ച്. 29. കർത്താവിൻ്റെ നിയമമനുസരിച്ച് സാമുവൽ എവിടെയാണ് ന്യായം നടത്തിയത്? ഓപ്ഷൻസ്: ഇസ്രായേലിൽ, ജനക്കൂട്ടത്തിൽ, സമൂഹത്തിൽ. ഉത്തരം: സമൂഹത്തിൽ. 30. കർത്താവ് ആരെ സംരക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ അധ്യായം 46:14 പറയുന്നത്? ഓപ്ഷൻസ്: യാക്കോബിനെ, സാമുവലിനെ, കാലബിനെ. ഉത്തരം: യാക്കോബിനെ. 31. സാമുവൽ പ്രവാചകനെന്ന് തെളിഞ്ഞത് എങ്ങനെ? ഓപ്ഷൻസ്: അനുസരണ നിമിത്തം, വിശ്വസ്തത നിമിത്തം, വാക്കുകളിലൂടെ. ഉത്തരം: വിശ്വസ്തത നിമിത്തം. 32. സാമുവൽ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് എങ്ങനെ? ഓപ്ഷൻസ്: പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, വചനങ്ങളിലൂടെ. ഉത്തരം: വാക്കുകളിലൂടെ. 33. ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്?
ഓപ്ഷൻസ്: കർത്താവിനെ, രക്ഷകനെ, ശക്തനായ കർത്താവിനെ. ഉത്തരം: ശക്തനായ കർത്താവിനെ. 34 പ്രഭാഷകൻ 46:18 അനുസരിച്ച് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് എവിടെയുള്ള ജനനേതാക്കളെയാണ്? ഓപ്ഷൻസ്: ടൈർ, സീദോൻ, ബെത്ത്ഹൊറോൺ. ഉത്തരം: ടൈർ. 35 ആരും കുറ്റമാരോപിക്കാത്ത പ്രവാചകൻ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ജോഷുവ, സാമുവൽ, കാലബ്. ഉത്തരം: സാമുവൽ. 36 നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ആരെ സാക്ഷ്യം നിർത്തിയാണ് ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: ജനത്തെ, സമൂഹത്തെ, ഇസ്രായേൽ ജനത്തെ. ഉത്തരം: ജനത്തെ. 37 നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത് ആര്? ഓപ്ഷൻസ്: ജോഷുവ, ഫിനെഹാസ്, സാമുവൽ. ഉത്തരം: സാമുവൽ. 38 രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ആര്? ഓപ്ഷൻസ്: സാമുവൽ, ജോഷുവ, യാക്കോബ്. ഉത്തരം: സാമുവൽ. 39 ജനത്തിൻ്റെ എന്ത് മാച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത്? ഓപ്ഷൻസ്: അകൃത്യം, ദുഷ്ടത, ക്രൂരത. ഉത്തരം: ദുഷ്ടത. 40 പ്രഭാഷകൻ അധ്യായം 46 ആദ്യം രേഖപ്പെടുത്തുന്നത് ആരുടെ പേരാണ്? ഓപ്ഷൻസ്: മോശ, ജോഷുവ, നൂൻ. ഉത്തരം: നൂൻ. 41 പ്രഭാഷകൻ 46 അധ്യായത്തിൻ്റെ അവസാനത്തിൽ രേഖപ്പെടുത്തുന്നത് ആരുടെ പേരാണ്? ഓപ്ഷൻസ്: സാമുവൽ, കാലബ്, ജോഷുവ. ഉത്തരം: സാമുവൽ. 42 പ്രഭാഷകൻ അധ്യായം 46 എത്ര വാക്യങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ്: 21, 20, 22. ഉത്തരം: 20.